AR റഹ്മാനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. മതമായിരുന്നു പ്രശ്നം. നടി മോഹിനി. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യവുമായി ഇൻഡസ്ട്രിയിലേക്ക് വന്ന നായികയായിരുന്നു മോഹിനി. പൂച്ചക്കണ്ണുള്ള സുന്ദരി വളരെ പെട്ടെന്ന് തമിഴ്, തെലുങ്ക്, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്റെ ഇടം കണ്ടെത്തി. 13-ാം വയസ്സിൽ അഭിനയ ലോകത്തേക്ക് വരുമ്പോൾ കൂട്ടുകാരികളോട് ഗമയിൽ പറയാനുള്ള ഒരു വിശേഷം മാത്രമായിരുന്നു സിനിമ. പിന്നീടാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. വരുന്നു, പറയുന്നത് ചെയ്യുന്നു, പോകുന്നു എന്നതിനപ്പുറം തുടക്കത്തിൽ അഭിനയത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു അത്രേ. എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ടാവും. ദൈവം എന്തു വിധിച്ചോ അതുവഴി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്നതാണ് മോഹിനിയുടെ വിശ്വാസം. പഠനം നിർത്തിയതിലും ചെറുപ്പത്തിലെ സെലിബ്രിറ്റി ആയതിലും ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും തൻ്റെ കർമ്മമേഖല ഇതാണ് എന്ന് മോഹിനി വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര AR റഹ്മാൻ ഫാനായിരുന്നു. ഭ്രാന്തമായ ഇഷ്ടം എന്ന് തന്നെ പറയാം. AR റഹ്മാൻ മുസ്ലിം മതം സ്വീകരിച്ചു എന്നത് എനിക്ക് വലിയ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അന്ന് ഞാൻ ഹിന്ദുവായിരുന്നു. ദിലീപ് എന്ന പേര് തന്നെ മതിയായിരുന്നു. മതം മാറേണ്ടിയിരുന്നില്ല. വീട്ടിൽ എനിക്കിഷ്ടമാണ്. കല്യാണം കഴിക്കണം എന്നൊക്കെ പറയാൻ സൗകര്യമായിരുന്നു. അടിയും വഴക്കൊന്നും ഇല്ലാതെ കല്യാണം കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് ഞാൻ മനസ്സിൽ. പക്ഷേ അദ്ദേഹം എന്നേക്കാൾ വളരെ ചെറുതാണെന്നും എനിക്കറിയാമായിരുന്നു. അന്ന് ലക്ഷ്മി ആൻറ്റി എന്നെ കളിയാക്കുമായിരുന്നു. ബിരിയാണി എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചോളൂ, അതെല്ലാമാണ് റഹ്മാൻ ഇഷ്ടം. റഹ്മാനെ നീ കല്യാണം കഴിക്കണമെങ്കിൽ അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. ഒറ്റത്തവണ മാത്രമേ എനിക്ക് റഹ്മാനെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ മ്യൂസിക് ഷോ മലേഷ്യയിൽ നടന്നപ്പോൾ അതിൻ്റെ ഹോസ്റ്റ് ഞാനായിരുന്നു. 40,000-ഓളം ആളുകൾ പങ്കെടുത്ത ഷോ ആയിരുന്നു അത്. ഗംഭീരമായ ഷോ. അത് കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു 10-25 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബാഗൊക്കെ വെച്ച് ഇരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് റഹ്മാൻ സർ അങ്ങോട്ട് വന്നത്. ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നേരെ എൻ്റെ അടുത്ത് വന്ന് ഹലോ പറഞ്ഞു. അത് കേട്ടതും എല്ലാ ആർട്ടിസ്റ്റുകളും എന്നെ നോക്കി. ഹലോ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. മോഹിനി ഓർത്ത് പറഞ്ഞു.